ബിഗ് ബോസ് ഷോ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം ഇപ്പോൾ മലയാളത്തിലോ ഹിന്ദിയിലോ ഏത് ലാംഗ്വേജിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേക കാര്യമെന്ന് പറഞ്ഞാൽ PR-നെ പറ്റിയാണ്. കഴിഞ്ഞ തവണ വരെ ഏഷ്യാനെറ്റിൽ മലയാളം ബിഗ് ബോസിൽ ഇങ്ങനെ ഒരു ചർച്ച വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ തവണ മറ്റ് ബിഗ് ബോസ് പോലെ തന്നെ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ PR-നെ പറ്റി ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായിട്ട് സംസാരിച്ച് തുടങ്ങിയിട്ട്. ഒപ്പം തന്നെ നമ്മുടെ സീക്രട്ട്, അതായത് ഒരു സിനിമയുടെ സസ്പെൻസ് പൊളിക്കുന്ന പോലെ അതിനുള്ളിലെ കാര്യങ്ങൾ പുറത്തേക്ക് ചോർത്തി കൊടുക്കുന്ന യൂട്യൂബേഴ്സിനും ഒരു പിടി വരാൻ പോവുകയാണ്. അപ്പം ഈ ആഴ്ച ബിഗ് ബോസ് ഷോ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അതിനെപ്പറ്റിയുള്ള കുറച്ച് അഭിപ്രായങ്ങളും PR വർക്കുകളെ പറ്റിയുള്ള കുറച്ച് അഭിപ്രായങ്ങളും നമുക്ക് സാധാരണ പ്രേക്ഷകരോട് ചോദിച്ചറിയാൻ വരും. ഒന്നല്ലെങ്കിൽ നമ്മൾ മലയാളികൾക്ക് വിവരം വെച്ചു, അല്ലെങ്കിൽ അവിടെ ഷോ കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വിവരം കുറഞ്ഞു. ട്രെൻഡ് അനുസരിച്ചിട്ട് നമ്മൾ പോരാന്നൊരു ഫീൽ ഉണ്ട്. നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് PR വർക്കുകൊണ്ട് ഉണ്ടാക്കിയിരുന്നതാണ് എൻ്റെ അഭിപ്രായം. വലിയ പ്രതീക്ഷയില്ല, കാരണം മോഹൻലാൽ പറഞ്ഞിട്ടും അവര് വലിയ ഇത് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സാബു പറയുന്നതുകൊണ്ട് വലിയ ഡേഞ്ചർ ഉണ്ടെന്ന് തോന്നുന്നില്ല. നല്ലപോലെ കളിക്കുന്നവരെല്ലാം പുറത്തു പോയിട്ട് ബാക്കി കളിക്കാത്തവരെല്ലാം അവിടെ തന്നെ ഉണ്ട്. ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടെ പിടിവിട്ടിട്ട് ലാലേട്ടന് നല്ലൊരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ അഭിപ്രായമൊക്കെ ഉണ്ട്. ലക്ഷ്മി അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല. നമ്മളുടെ ഇഷ്ടമാണല്ലോ എന്ത് ചെയ്യണം എന്നുള്ളത്, ഒരുപാട് പേഴ്സണൽ ആയിട്ടുള്ള കാര്യം. അതിൽ വേറെ അഭിപ്രായം പറയാം, പക്ഷേ സാധാ ആൾക്കാരെ എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ അവരെങ്ങനെയായിരിക്കും ഗെയിം കളിക്കുക എന്നുള്ള കാര്യം നോക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഹലോ, എങ്ങനെയുണ്ട് ബിഗ് ബോസ് ഷോ ഒക്കെ? ഇപ്പോൾ ഈ പ്രാവശ്യം ഭയങ്കര ഷോക്കാണ്, ഒരു ഇൻട്രസ്റ്റ് ഇല്ല കാണാൻ. എന്താ പ്രശ്നം? എന്താ ആരും ഇങ്ങോട്ട് പോരാ. എല്ലാവർക്കും എനിക്ക് ഒന്നല്ലെങ്കിൽ നമ്മൾ മലയാളികൾക്ക് വിവരം വെച്ചു, അല്ലെങ്കിൽ അവിടെ ഷോ കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വിവരം കുറഞ്ഞു. ട്രെൻഡ് അനുസരിച്ചിട്ട് അങ്ങോട്ട് പോരാന്നൊരു ഫീൽ ഉണ്ട്. ഈ സെലക്ഷൻ ഭയങ്കര മോശമായിരുന്നു. സെലക്ഷൻ ആര്യൻ നൈസാണ്, പിന്നെ അങ്ങനെ ഒരു 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 രസമുള്ള ഒരു കണ്ടന്റ് ഇല്ല. മറ്റേ മസ്താനി കുറച്ചാൾ കയറിയപ്പോൾ കുറച്ചാൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ പുള്ളിയും ഇടിയും ബഹളവും പുള്ളി നെഗറ്റീവായിട്ടാണെങ്കിലും പുറത്തേക്ക് വന്നത്. അതല്ലേ ശരിക്കും വേണ്ടേ? അതാണല്ലോ ആൾക്കാർക്ക് കാണാൻ ഇഷ്ടം. അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല ലൈക്ക് എന്താ അങ്ങനെ നെഗറ്റീവ് മാത്രം കാണുന്നല്ല, എന്തെങ്കിലുമൊക്കെ ഒരു നമ്മള് ബിഗ് ബോസ് പോയി വെക്കണം. എന്തിനാ? വീട്ടിലൊരു ഓളമായി അവിടെ, നമ്മളിപ്പോ ഒറ്റക്കൊക്കെ താമസിക്കാൻ അവിടെ ഒരു ഓളമായി. അപ്പൊ ഒരു ഓളം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഷോ ആണ് ബിഗ് ബോസ്. പക്ഷെ ഇപ്പൊ ഒരുമാതിരി പക്ഷേ അവിടെ ഓളമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് തിരിച്ചിറങ്ങി വരുമ്പോ നമുക്ക് അതിനുശേഷം ഒരു ലൈഫ് ഉണ്ട്, അല്ലെങ്കിൽ കരിയർ ഉണ്ട് എന്നൊക്കെ ഉള്ളൊരു ചിന്തയും കൂടെ നമുക്ക് മനസ്സിൽ വേണമല്ലോ. പിന്നെ അത് കുറച്ചും കൂടെ മറ്റേ ഭയങ്കര എന്താ പറയാ ഒറിജിനൽ ഷോ ആണല്ലോ, അധികം പിടിച്ചേക്കാൻ പറ്റുന്നുണ്ടാവൂലായിരിക്കും മേ ബി. അതൊക്കെ ശരിയാണ്, അങ്ങനെ ആലോചിക്കുമ്പോ ശരിയാണ്. ലൈഫൊക്കെ നശിച്ചിട്ടുണ്ടാവും, പക്ഷെ നമുക്കതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മളെ കാണാൻ എൻജോയ് ചെയ്യാം. ഈ വീക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ പോരാ, എന്തോ ഒരു നാടകം ഷോ അത്രേ ഉള്ളൂ. ഒട്ടും എൻജോയ് ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ. ഞാനൊക്കെ ഭയങ്കര സ്കിപ്പ് ചെയ്താണ്. കഴിഞ്ഞ സീസൺ, അതിന് മുന്നത്തെ സീസണൊക്കെ ആണെങ്കിലൊക്കെ ഇപ്പൊ ബിസി ആണെങ്കിൽ ഫോണിൽ വരെ ഇരുന്ന് കണ്ട്, അല്ലെങ്കിൽ തിരിച്ചു വന്ന മറ്റേ ഹോട്ട്സ്റ്റാറിൽ നോക്കിയിരുന്ന് കണ്ട്, മറ്റേ അഡിക്ഷൻ പോലെ ആയിരുന്നു, മറ്റേ അടിച്ചില്ലാത്ത ഫീലായിരുന്നു അത്. അമ്മാതിരി ഒന്നും ഇപ്പൊ ഇല്ല. എങ്കിലും ഇപ്പോഴത്തെ ഷോസൊക്കെ ഇപ്പോഴത്തെ എന്തായാലും ഷോ റണ്ണിങ് ആണെങ്കിലോ, അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോ ആര് ഫൈനൽസിൽ എത്തും, അല്ലെങ്കിൽ ഒരു വിന്നിങ് മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു വ്യക്തി ആരാണ്? വിന്നിങ് മെറ്റീരിയൽ അങ്ങനെ ആരും ഒരു ഒപ്പീനിയൻ ഇല്ല അല്ലേ? വിന്നിങ് മെറ്റീരിയൽ എനിക്ക് ഒരു അങ്ങനെ വെറുതെ ആർക്കെങ്കിലും കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ ഈ തവണ ഭയങ്കര PR-ന്റെ സംസാരം. നേരത്തെ നമ്മൾ പുറത്താ സംസാരിച്ചോണ്ടിരുന്നത്, അപ്പൊ അതിന്റെ ഉള്ളിൽ സംസാരിച്ചു തുടങ്ങി PR എന്നുള്ളത്. ഇപ്പൊ ഒരു ഹിന്ദി ബിഗ് ബോസ് ഒക്കെ പോലെ തന്നെ മലയാളത്തിൽ PR-നെ പറ്റി ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. PR-ന്റെ ബലത്തിൽ മാത്രം പിടിച്ചേക്കുന്ന ഒരു മത്സരാർത്ഥി ആരെന്ന് ചോദിച്ചാൽ ആരായിരിക്കും? PR-ന്റെ ബലത്തിൽ മാത്രം പിടിച്ചേക്കുന്ന ഒരു മത്സരാർത്ഥി ആണെങ്കിൽ ഐ തിങ്ക് നമ്മുടെ ഇവര് ആദില നൂറ. എനിക്കറിയില്ല, അവരുടെ എവിടെ തുറന്നാലും അവരാ. അന്ന് അവരുടെ കണ്ടന്റ്സ് ആണെങ്കിൽ നമുക്ക് അത്ര വലിയ എനിക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നുമല്ല. നോട്ട് ബീങ് ആൻഡ് നോട്ട് ദി ജെൻഡർ വൈസ്, പക്ഷെ കൊള്ളൂല. പിന്നെ അത് കൂടാണ്ട് നമ്മുടെ അവരെ ഒപ്പോസ് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നല്ലോ, മറ്റേ ഇവര് നമ്മുടെ അക്ബർ, അതും വലിയ ഗുണമില്ല. അക്ബറിനെ പോർട്രേ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഭയങ്കര നെഗറ്റീവ്, ഭയങ്കര ഇതായിട്ട്. പക്ഷെ ഐ ഡോണ്ട് തിങ്ക്
മീൻസ് അക്ബറിനെ ക്രൂക്കറ്റ് ഗെയിമറായിട്ട് പോർട്രേ ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ലൊരു ഗെയിം ഇല്ല എന്നുള്ളതാണ്. അവരുടെ എവിടെയൊക്കെ ഇരുന്ന് മൂലക്ക് ഇരുന്ന് കുറ്റം പറയുന്നുണ്ട് പറയാൻ. ബട്ട് ഒണീൽ വാസ് റിയലി ഗുഡ്. ദർ വാസ് സോ മെനി കണ്ടസ്റ്റന്റ് വിച്ച് വാസ് റിയലി നൈസ്. ഇപ്പൊ ലൈക്ക് ഒരാവശ്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒണീൽ പോലത്തെ ഒരു ക്യാരക്ടർ. FC ബോയ് നമ്മൾ അങ്ങനെ കുറെയൊക്കെ കാണുന്നുണ്ടല്ലോ ലൈക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്സും കാര്യങ്ങളൊക്കെ. ബട്ട് ഐ തിങ്ക് he shouldn't been having this show. ഈ ഒരു ഷോയിൽ നിൽക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ തോന്നി കുറെ കണ്ടസ്റ്റന്റ് കഴിഞ്ഞ തവണ വിക്ടായല്ലോ എന്തായാലും. അങ്ങനെ കുറച്ച് പേരൊക്കെ ഐ തിങ്ക് അവര് കുറച്ചും കൂടെ അവർക്കൊരു സ്പേസ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ബിഗ് ബോസിൽ സ്പേസ് കിട്ടേണ്ട ആൾക്കാർ കിട്ടുന്നില്ല. വെറുതെ എന്തിനും ഇപ്പൊ അനുമോള് ഭയങ്കര ഡൗണാ, ഇപ്പൊ അങ്ങനെ ആരും ഇല്ല. ഇപ്പൊ ലൈക്ക് ആര്യനും മറ്റേ ജിസേലിനെയും കുറച്ചാൾ കപ്പിള് ഭയങ്കര കുറച്ചായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഓരോ സീസൺ വൈസ് ഒരു പക്ഷെ ആരുടെ പോർട്രേ ചെയ്താലും ഈ പ്രാവശ്യം സീസണിൽ ഒരു സുഖമില്ല. ഒന്നും നമുക്ക് അങ്ങനെ ഭയങ്കര മോശമായി. സെലക്ഷൻ അഡാർ ഫ്ലോപ്പായി എന്നുള്ളൊരു ഫീൽ ഉണ്ട്. എനിക്കറിയില്ല ബാക്കിയുള്ളവരുടെ ഒപ്പീനിയൻ എന്താ പറഞ്ഞത്, ഇതാണ് എന്റെ ഒപ്പീനിയൻ. ഈ അജയ് സാബുമാൻ ഫസ്റ്റ് അതിലെ വിന്നർ സാബുമാൻ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയെങ്കിലും ഗെയിം ചേഞ്ച് ആകും എന്നുള്ളത് അത്രയും മനസ്സിലാക്കാനുള്ള ഒരു കേപ്പബിൾ ആയിട്ടുള്ള അവിടെ ആരും ഇല്ല എന്നാണ് അങ്ങനെ എനിക്ക് തോന്നുന്നത്. അതായത് നമ്മളുടെ ഫോട്ടോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ സാധനം അവരുത്. പക്ഷെ അങ്ങനെ ഒരു ഐ ഡോണ്ട് തിങ്ക് ഫസ്റ്റ് സീസണും സെക്കൻഡ് സീസണും തേർഡ് സീസണും അതൊക്കെ വെച്ചിട്ട് ഒരിക്കലും ഈ സീസൺ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അവരെയൊക്കെ ദൈവരിലേക്ക് ഈവൻ അഖിൽ മാരാറിലേക്ക് ഓക്കെ നമുക്ക് ഇപ്പൊ പുള്ളിക്ക് കുറെ ഹീറ്റേഴ്സ് ഉണ്ടെങ്കിലും ഹി റിയലി പ്ലേഡ്. നമുക്ക് അപ്പൊ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല, നമുക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ ഇപ്പൊ ഇവിടെ ആരും ഇല്ല. ഞാൻ പറഞ്ഞത് നേരത്തെ ആ ഒരു അഡിക്ഷൻ ഇല്ല. ഇപ്പൊ ആണെങ്കിലും വേണമെങ്കിൽ നാളെ കാണാം, അല്ലെങ്കിൽ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. മോഹൻലാൽ വരുന്ന എപ്പിസോഡ് മാത്രം മോഹൻലാൽ തന്നെ എപ്പിസോഡ് പൊതുവെ അഭിപ്രായമുണ്ട് അവരെയൊക്കെ പ്ലേ ചെയ്യുന്നത് ലാലേട്ടനാണ്. ലാലേട്ടൻ ഈ തവണ സൂപ്പർ ആണെന്ന് പറയുന്നുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ? അത് ശരിയാ. ലാലേട്ടന്റെ എപ്പിസോഡ് കാണാൻ വരാറുണ്ട്. ലാലേട്ടന്റെ എപ്പിസോഡ് പിന്നെയും കാണുന്നുണ്ട്. പിന്നെ ലാലേട്ടൻ ഡ്രസ്സ് ഭയങ്കര മോശമാണ്. ഡ്രസ്സിങ് ഭയങ്കര മോശം. ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഒപ്പീനിയൻ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ അഭിപ്രായം അനുസരിച്ച് ഏറ്റവും നല്ല കോസ്റ്റ്യൂം ആണ് ഈ തവണത്തെ ലാലേട്ടന്റെ എല്ലാ കോസ്റ്റ്യൂംസും. അയ്യോ ഇല്ല, ഞങ്ങൾ നേരെ എതിരെ അഭിപ്രായം. ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടെ പിരിവിട്ടിട്ട് ലാലേട്ടന് നല്ലൊരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ അഭിപ്രായമൊക്കെ ഉണ്ട്. ഇത് കൊള്ളാം. അതെ, ഞങ്ങൾ അങ്ങനെയൊക്കെ തീരുമാനിച്ചിരിക്കുന്നുണ്ട്. ബിക്കോസ് ഡ്രസ്സസ് ആർ ഡാർക്ക് ഫ്ലോപ്പ് കൊള്ളൂല, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതായത് ഒരു 60-70 വീക്സ് ആയി നമ്മൾ ഇതുമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യണു. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒപ്പീനിയൻ കേൾക്കുന്നത്. ആണോ? എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് അങ്ങനെ. അങ്ങനെയാണെങ്കിൽ മേ ബി ലാലേട്ടന് വേണ്ടിട്ട് കോസ്റ്റ്യൂം സ്പോൺസർ ചെയ്യാൻ. അതെ, ഞങ്ങൾ കുറച്ചേരം എല്ലാവരും കൂടെ പിരിവിട്ടിട്ട്. പക്ഷെ ലാലേട്ടന്റെ ആ ഒരു കയ്യിലിടുന്ന വാച്ചിന്റെ ക്വാളിറ്റി പോലും ആ ഒരു ഡ്രസ്സിനില്ല, അല്ലെങ്കിൽ അടിയിലോട്ടൊരു ബന്ധമില്ല. അങ്ങനെ ഒരു ഫീല് തോന്നിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതിനെ പറ്റി ചിന്തിക്കാവുന്നതാണ്. ഏഷ്യനെറ്റിനോട് ഞാൻ പറയാം, ഞങ്ങൾ കുറച്ചെല്ലാവരും കൂടെ പിരിവിട്ടൊരു ഡ്രസ്സ് സ്പോൺസർ ചെയ്യാൻ റെഡിയാണ് ലാലേട്ട, ഞങ്ങൾ തരും. ഇങ്ങനെ വരരുത്, ഇതല്ല ഞങ്ങളുടെ ലാലേട്ടനൊക്കെ. ലാലേട്ടൻ എങ്ങനെ കാണാനാണ് ഇഷ്ടം? മുണ്ടെടുത്ത് കാണണോ അല്ലെങ്കിൽ വേറെ കോസ്റ്റ്യൂംസ്? എന്ത് ടൈപ്പ് കോസ്റ്റ്യൂം ലാലേട്ടൻ ഇട്ടാന്നുള്ളത്? ലാലേട്ടൻ ആക്ച്വലി എന്താ പറയാ, ലൈക്ക് എന്തിട്ടാലും പൊളിയാണ്. പക്ഷെ ഒരു കളർ കോമ്പിനേഷൻ എന്തൊക്കെയോ ഇപ്പൊ ഒരു സുഖമില്ല, മിസ്മാച്ച് ആയിട്ട് കിടക്കുന്നുണ്ട്. ഒരു ഗുമ്മില്ലാത്തൊരു ഫീൽ ഉണ്ട്. ഓക്കെ, നമുക്കത് സംസാരിക്കാം. എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സിമി. ഹായ്, എങ്ങനെയുണ്ട് ബിഗ് ബോസ് ഷോ? ഇപ്പോൾ ബിഗ് ബോസ് ഷോ കുഴപ്പമില്ല, പക്ഷെ മുന്നത്തെ അത്രയും അതില്ല, ഇമ്പാക്ട് ഇല്ല എന്നുള്ളതാണ്. എന്താ കുറവ് ഫീൽ ചെയ്യണേ? ലൈക്ക് എന്താണ്, കണ്ടസ്റ്റൻസിനൊക്കെ ഇതേപോലെ മോഹൻലാലിനോട് ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത കുറഞ്ഞു വരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ ഒരു മോശമായിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഈ വീക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഈ വീക്ക് കുഴപ്പമില്ലായിരുന്നു. ടാസ്ക് ഭയങ്കര ഫണ്ണി ആയിരുന്നു. അതുകൊണ്ട് ആര്യന്റെ ഒക്കെ ഇതേപോലെ ആ ഒരു നെഗറ്റീവ് ഇത് മാറിയ പോലെ തോന്നി. ആര്യന്റെ നെഗറ്റീവ് മാറിയപ്പോ പോസിറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. പുള്ളി ഫണ്ണി ആയപ്പോൾ രസമുണ്ടായിരുന്നു. ശരിക്കും ഏറ്റവും നന്നായിട്ട് ചെയ്ത ആര്യനാണോ അനുമോളാണോ? അതെനിക്ക് ആര്യൻ തന്നെയാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത്. എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് വിന്നർ സാബുമാനുന്റെ ഉള്ളിലേക്ക് വന്നപ്പോ? പുള്ളി നൈസാണ്. പുള്ളി വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ബിഗ് ബോസ് കണ്ടപ്പോൾ തന്നെ ഇതേപോലെ പിന്നെയും കാണാനുള്ള ഒരു ഇത് കിട്ടിയത് പുള്ളീന്റെ പെർഫോമൻസ് കണ്ടിട്ടായിരുന്നു. അപ്പൊ ഈ തവണ വന്നപ്പോ എന്ത് ഫീൽ ചെയ്തു? പുള്ളി പഴയ പോലെ തന്നെ സെയിം ആ ഒരു തന്നെയായിരുന്നു. എനിക്ക് ഇനി ഗെയിം മാറാനുള്ള സാധ്യത ഉണ്ടോ? ഇപ്പൊ സാബുമാൻ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്, അവിടെ എല്ലാവർക്കും ഡയറക്റ്റ് ക്ലൂസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനിയെങ്കിലും ഇവര് ഗെയിം മാറ്റി കളിക്കും എന്ന് തോന്നുന്നുണ്ടോ?
ചിലപ്പോൾ ഇല്ല, എനിക്ക് എടുത്ത് വലിയ പ്രതീക്ഷയില്ല. കാരണം മോഹൻലാൽ പറഞ്ഞിട്ടും അവർ വലിയ ഇത് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സാബു പറയുന്നതുകൊണ്ട് വലിയ ചേഞ്ച് ഉണ്ടെന്ന് തോന്നില്ല. വരുമെന്ന് തോന്നുന്നില്ല. ഓക്കെ. ഷാനവാസും ആര്യനും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടായി, ഒരു ഫിസിക്കൽ അസോൾട്ടിലേക്ക് പോവുകയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ശരിക്കും ആരുടെ ഭാഗത്താണ് ന്യായം? അങ്ങനെ ഒരു ഫിസിക്കൽ അസോൾട്ട് ചോദ്യം ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ടോ? അതിപ്പോൾ അവരുടെ ആ ഒരു സംഭവമല്ലേ, നമ്മളതിൽ വലിയ ഒപ്പീനിയൻ പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടുപേരും അങ്ങനെ മീൻസ് എന്ത് ചെയ്യും, അവിടെയുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വയലൻ്റ് ആവും. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഈ ആഴ്ച ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യം ഡിസ്കസ് ചെയ്യണം എന്നാണ് പ്രധാനമായിട്ടും തോന്നുന്നത്? അപ്പോൾ ഈ ആഴ്ച വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, ഇവരുടെ ഈ ഫൈറ്റൊക്കെ കുറച്ചിങ്ങനെ പിന്നെ തട്ടിക്കയറി വന്ന ആ ഒരു സ്വഭാവം നിർത്തണം എന്നുണ്ട്. പിന്നെ മീൻസ് എന്ത് പറഞ്ഞാലും ഇങ്ങനെ തല്ലാൻ വേണ്ടിയൊക്കെ പോകുന്ന ഒരു സൈസ് നേച്ചർ ഉണ്ടല്ലോ, അതൊന്നും നിൽക്കണം. നിലവിലിപ്പം വിഷൻ പൊക്കോണ്ടിരിക്കുകയാണ്. ഈ ആഴ്ച ആര് ഔട്ടാകാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നു? ഈ ആഴ്ച ആരൊക്കെയായിരുന്നു? ഷാനവാസ് ബിന്നി, അനീഷ അനുമോൾ, അക്ബർ ലക്ഷ്മി, മേ ബി സാബുമോൻ നിവിൻ. എനിക്ക് തോന്നുന്നു ബിന്നി ആയിരിക്കും മേ ബി പോവാനുള്ള പോവാൻ ചാൻസ് ഉള്ളത്. ബാക്കി എല്ലാവരും ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിന്നത്. പിന്നെ ബിന്നിക്ക് അങ്ങനെ വലിയ ഫ്രെയിം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുള്ളൂ ഈ ആഴ്ചത്തെ ടാസ്കിൽ. ഇതിൽ പി ആറിന്റെ ബലം കൊണ്ട് മാത്രം പിടിച്ച് നിൽക്കുന്നുണ്ട് ഉള്ള കണ്ടസ്റ്റൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. അതിപ്പോൾ എല്ലാവരും അവരുടെ പ്ലേ തന്നെയാണ് കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ തോന്നിയിട്ടില്ല. അവർ പറയുമ്പോൾ ഫൈറ്റ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പറയുന്നു എന്നല്ലാതെ അതിൻ്റെ ഒരു ഇതിൽ നിൽക്കുന്നു തോന്നിയിട്ടില്ല. ഒരു വിന്നറിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി ആരായിരിക്കും? അനീഷ് നല്ലൊരു പ്ലെയറാണ്. എങ്ങനെയുണ്ട് ബിഗ് ബോസ്? കുഴപ്പമില്ല, പക്ഷെ പഴയ സീസണിൽ അത്ര പോരാ. എന്താ കുറവ് ഫീൽ ചെയ്യണേ? കുറവ് ഫീൽ ചെയ്യണ എന്താന്ന് വെച്ചാൽ എനിക്കൊന്ന് കണ്ടസ്റ്റൻസ് ആണെന്ന് തോന്നുന്നു. പഴയ പോലെ സ്ട്രോങ് പ്ലെയേഴ്സ് ഇല്ല. എല്ലാവരും നേരത്തെ വെച്ചുള്ള അത് കണ്ടിട്ട് വരുന്ന ആൾക്കാരാണ്. അതായത് ഗെയിം ഇമിറ്റേറ്റ് ചെയ്യാൻ അതാണ് സംഭവം. പിന്നെ അടി ഉണ്ടാക്കണെന്നുള്ളൊരു മൈൻഡാണ് ഇപ്പൊ എല്ലാവരും ഒരു മൈൻഡാ. അതാണ് എനിക്ക്. നിലവിലുള്ള ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരായിരിക്കും ഇപ്പോഴത്തെ? അങ്ങനെ ഒരു ആളെ പറയാറായിട്ടുണ്ടോ? അങ്ങനെ ഒരാളെ പറയാറായിട്ടില്ല. എനിക്ക് ആര്യൻ കുഴപ്പമില്ലാട്ടാ. പിന്നെ ജിസേലിന് ഇഷ്ടമായിരുന്നു. പിന്നെ അത്രേ ഉള്ളൂ. ഇപ്പൊ ഗെയിമൊക്കെ എങ്ങനെയാ അവര് ഹാൻഡിൽ ചെയ്യണമെന്ന് തോന്നിട്ട് ഭയങ്കര മീൻസ് മനസ്സിലാക്കി കളിക്കുന്ന പോലെ ഉണ്ടോ, അതോ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോകണം അല്ലെങ്കിൽ എങ്ങനെ കുളമാക്കണം എന്ന് മാത്രമാണ് ചിന്തിക്കുന്നത് തോന്നിയിട്ടുണ്ട്. ഗെയിംസ് ഒക്കെ ഭയങ്കര കുളമാണ്. ഓക്കെ. ഇതില് കഴിഞ്ഞ ആഴ്ചയൊക്കെ ആണെങ്കിലും ഒരു ജ്യൂസ് കടയുടെ ടാസ്ക് ഉണ്ടായിരുന്നു. ഈ ആഴ്ച ഭയങ്കര കുറെ ഫണ്ണി ആയിട്ടുള്ള ഈ ഓരോ വേഷങ്ങൾ ചെയ്യുന്ന ഗെയിംസ് ഉണ്ടായിരുന്നു. ഒരു 5 പേരുടെ പേര് പറയാൻ പറഞ്ഞാൽ, ഫൈനാൻസിലോട്ട് പോകാൻ സാധ്യതയുള്ള 5 പേരുടെ പേര് പറയാൻ പറഞ്ഞാൽ? അനിമോള് പോവായിരിക്കും, പിന്നെ ആര്യൻ പോവായിരിക്കും, പിന്നെ ഒരാളുണ്ട് പക്ഷെ ആളുടെ പേര് അനീഷ്, പിന്നെ അക്ബർ, പിന്നെ ആദില നൂറയില് ഒരാള് പോകും. അവർ ആക്ച്വലി അത്യാവശ്യം നല്ലപോലെ പ്ലേ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ തന്നെ അവർക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. ഈവൻ ലക്ഷ്മിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഒരിക്കലില്ല. അതിപ്പോ നമ്മളുടെ ഇഷ്ടമാണല്ലോ എന്ത് ചെയ്യണം എന്നുള്ളത്, ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം. അതില് വേറെ അഭിപ്രായം പറയാം, പക്ഷെ ഒരുപാട് കയറി അവരുടെ ലൈഫിലേക്ക് ഇന്റർഫിയർ ചെയ്യാൻ ആർക്കും ഒരു അവകാശമില്ല. സപ്പോർട്ട് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ഇപ്പൊ അത്രയും പറയേണ്ട ഒരു ആവശ്യവും ഇല്ല. ലക്ഷ്മി അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല. PR കളി നടക്കുന്ന ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓരോ ആൾക്കാരെ കുറിച്ച് അവർ PR വർക്ക് കൊണ്ടാണ് നിൽക്കുന്നതെന്ന് ലക്ഷ്മിയുടെ കേസിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. എല്ലാവരും PR വർക്കുകൾ ചെയ്യുന്നുണ്ട് അത്യാവശ്യം. PR വർക്ക് കൊണ്ട് മാത്രം അല്ല. ഇങ്ങനെ ഒരു ഷോയ്ക്ക് PR വർക്ക് വേണോ? അത് ഇപ്പം പല ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന കോമണേഴ്സ് ഒക്കെ ആണെങ്കിൽ കോമൺ ആയിട്ട് ഒരാളെ തിരഞ്ഞെടുത്ത് അയാളെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അയാൾ PR കൊടുത്തിട്ട് വരാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ ഒരു PR കൊടുത്തിട്ട് ഗെയിം കളിക്കുന്നതിനോട് യോജിക്കുന്നുണ്ടോ? PR കൊടുത്തിട്ട് ഗെയിം കളിക്കാൻ യോജിക്കുന്നില്ല. പക്ഷേ ഈ ഇപ്പം അന്വേഷണ പോലെ ആൾക്കാർ കോമൺ ആയിട്ട് വരുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവും. PR വർക്ക് വരുമ്പോൾ ഇത്രയും 100 ദിവസത്തോളം ചെയ്യണം. അപ്പോൾ അനീഷിൻ്റെ കേസിൽ അനീഷ് ഗെയിം കളിച്ചുകൊണ്ട് മാത്രം
എല്ലാവരുടെയും ജനശ്രദ്ധ നേടിയ ആളാണ്. അപ്പോൾ PR വർക്ക് ചെയ്തുകൊണ്ട് മാത്രം എല്ലാവരും വോട്ട് ചെയ്യണം എന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ PR വർക്ക് കൊണ്ട് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല രീതിയിൽ. കൂടുതലും ഗെയിമേഴ്സും നമ്മുടെ പാർട്ടിസിപ്പൻസിൽ പലരും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് PR വർക്ക് കൊണ്ട് ഉണ്ടാക്കിയിരുന്നതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ഇപ്പം അനീഷിൻ്റെ സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ അനീഷ് ഒരു കോമണർ അല്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഈ ആഴ്ച നമ്മുടെ ഫസ്റ്റ് വിന്നർ സാബുമോൻ കയറിയ സമയത്തും അയാളൊരു കോമണർ അല്ല. ഇപ്പോൾ പുറമേ ആണെങ്കിൽ അയാളൊരു അധ്യാപകനായിരുന്നു, റൈറ്ററായിരുന്നു, യൂട്യൂബറാണ്, കുറേ പ്രോഗ്രാംസ് റിയാലിറ്റി ഷോസിലൊക്കെ പങ്കെടുത്തൊരു വ്യക്തിയാണ്. അപ്പം അനീഷിനെ ഒരു കോമണർ മത്സരാർത്ഥി എന്ന് വിളിക്കാൻ പറ്റുമോ? അനീഷിനെ കോമണർ മത്സരത്തിൽ വിളിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ആരെ വിളിച്ചാലും അയാൾ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലത്ത് ജോലി ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും എഴുത്തുകാരോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, സ്വാഭാവികമായിട്ടും കഴിവുള്ളവരായിരിക്കും. അങ്ങനെ നമുക്ക് അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു. അതെ കുറച്ച് ഫേമസ് ആയിട്ടാണ് അദ്ദേഹം. കോമണർ മത്സരാർത്ഥി എന്നൊരു സങ്കല്പം നമുക്കുണ്ട്. കോമണർ എന്ന് പറയുമ്പോൾ ഒരു ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് റാൻഡമായിട്ട് എടുക്കുന്ന ഒരു വ്യക്തി. അതെ അത് ശരിയാണ് പറഞ്ഞത്. പക്ഷേ കുറച്ചുകൂടി എനിക്ക് ബെറ്റർ എന്ന് തോന്നുന്നത് നോർമൽ പീപ്പിൾ, സാധാരണ ഈ സോഷ്യൽ മീഡിയാസിനെ കുറിച്ചൊന്നും വലിയ ഉപയോഗമില്ലാത്ത, അല്ലെങ്കിൽ നോർമലായിട്ട് സൊസൈറ്റിയുള്ള അവെയർ അല്ലാത്ത, അല്ലെങ്കിൽ സാധാ ആൾക്കാരെ എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ അവരെങ്ങനെയായിരിക്കും ഗെയിം കളിക്കുക എന്നുള്ള കാര്യം നോക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതെ, എനിക്ക് തോന്നുന്നത് അപ്പോഴാണ് ഒരു കോമണർ അനുഭവിക്കുന്ന സ്ട്രഗിൾസ്, അല്ലെങ്കിൽ ഒരു കോമണറിൻ്റെ ഭാഗത്തുനിന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അനീഷിനെ കോമണർ എന്ന നിലയിൽ നമുക്ക് വിളിക്കാൻ പറ്റുമോ? അനീഷിനെ കോമണർ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ നിലവിൽ അനീഷ് കോമണറായിട്ടാണ് വന്നേക്കുന്നത്. കൂടുതലായിട്ട് എനിക്ക് അറിയില്ല, എന്നാലും ഒരു 100% പറയാൻ പറ്റില്ല. കാരണം അനീഷ് നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. എല്ലാ മേഖലകളിലും എനിക്ക് ഏത് TV റിയാലിറ്റി ഷോസിലൊക്കെ പങ്കെടുത്ത ഒരാളാണ്. എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ച ഒരാളാണ്. പിന്നെ എല്ലാവർക്കും അറിയില്ലെങ്കിൽ അത്യാവശ്യം ഫെയിം ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഒരു ജെനുവിൻ കോമണർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു കോമണർ അങ്ങനെ പറയാൻ പറ്റും. അതിലൂടെ ക്യാപ്റ്റൻസിൽ എങ്ങനെയൊക്കെയായിരുന്നു പ്രതീക്ഷിച്ച് നല്ല ബോൾഡായിട്ട്, അങ്ങനെ വലുതായിട്ട് അടിയൊന്നും ഇടാതെ എല്ലാം ബോൾഡായിട്ട് പറഞ്ഞ് അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ അത്രയും നടന്നിട്ടില്ല എന്നുള്ളതാണ് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഈ വീക്ക്? ലാലേട്ടൻ വരുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? എനിക്കങ്ങനെ എപ്പോഴും അനുമോളുടെ അടുക്ക ഷൗട്ട് എപ്പോഴും ഇങ്ങനെ പറയില്ല, അപ്പൊ അതിങ്ങനെ എന്താണെന്ന് ചോദിക്കണം. അനുമോളോട് മാത്രം ഷൗട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ലാലേട്ടനോട് ചോദിക്കണം. ഓക്കെ, അപ്പം അനുമോളുടെ ഇൻസിഡൻസ് ഒക്കെ അവിടെ കാണാറുണ്ടല്ലോ, അനുമോള് ചെയ്യുന്നൊക്കെ. അപ്പൊ അതൊക്കെ കറക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ? അത് കറക്റ്റ് അല്ല, എന്നാലും ഒരു എടുത്തൊരു ടാർജറ്റ് ചെയ്യുന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഈ ആഴ്ച അനുമോളുടെ PR-നെ പറ്റിയായിരുന്നു പുറത്തെ സംസാരം, അല്ലെങ്കിൽ ഉള്ളിലും സംസാരം. പിന്നെ PR കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന വ്യക്തിയാണ് അനുമോൾ. അങ്ങനെ തോന്നുന്നില്ല. അങ്ങനാണെങ്കിൽ ഇതിൽ വരേണ്ട, ഷോയിൽ വരേണ്ട ആവശ്യം ഇല്ലല്ലോ. PR കൊണ്ട് മാത്രമല്ല, പുറത്ത് PR വെച്ച് പബ്ലിസിറ്റി നേടിയാൽ മതിയല്ലോ. അപ്പൊ എങ്കിലും PR-ന്റെ ഒരു ഇൻഫ്ലുവൻസ് ഈ വർഷം അധികമായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരിക്കലും ഇല്ല. കാരണം സ്റ്റാർ മാജിക് വെച്ചായാലും അനുമോൾ അത്യാവശ്യം കുറച്ച് ഫേമസ് ആയിരുന്നു. അപ്പൊ അതിന്റെ വെച്ച് എല്ലാവർക്കും ഒരു നല്ല അഭിപ്രായം ഉണ്ട്. അപ്പൊ PR കൊണ്ടല്ല പിടിച്ചു നിൽക്കുന്നത്. PR കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന മത്സരാർത്ഥികളുണ്ടോ അതിനകത്ത്? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല. പിന്നെ സാബുമോനൊന്നും വലിയ ഇതായിട്ട് കളിക്കാം, അവരുടെയൊക്കെ തോന്നിയിട്ടുണ്ട്. സാബുമോനൊക്കെ പിന്നെ ജിസയിലൊക്കെ ഔട്ടായെങ്കിലും അതിന് മുമ്പ് പോകേണ്ട കുറെ പേരുണ്ടായിരുന്നു. ഈ എവിഷൻസ് ഒക്കെ അൺഫെയർ ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം കൂടുതലായിട്ട് അൺഫെയർ ആയിട്ട് തോന്നുന്നത്. കാരണം നല്ലപോലെ കളിക്കുന്നവരെല്ലാം പുറത്തു പോയിട്ട് ബാക്കി കളിക്കാത്തവരെല്ലാം അവിടെ തന്നെ ഉണ്ട്. അത് ശരിക്കും ഇനി ഔട്ടാകാൻ സാധ്യത, അല്ലെങ്കിൽ ഇന്ന ആൾ ഔട്ടായി പോകണം എന്ന് വിചാരിക്കുന്ന ആരായിരിക്കും? ബിന്നി കുറച്ച് ചുമ്മാ കാര്യങ്ങളെല്ലാം ഇതാക്കി, അപ്പൊ എനിക്ക് തോന്നുന്നു ബിന്നി ഔട്ടാവുമായിരിക്കും. അതുകൊണ്ട് ബിന്നിയെ പോലെ എന്നെ അർഹതയില്ലാതെ അവിടെ തുടരുന്ന ആരൊക്കെ ആയിരിക്കും? സാബുമാൻ എന്നെ ഇപ്പൊ പക്ഷെ പുള്ളി ഇമ്പ്രൂവ് ആവുന്നുണ്ട്. പിന്നെ ലക്ഷ്മി ആയാലും ഇപ്പൊ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആര് വിൻ ചെയ്യണമെന്ന് ആഗ്രഹം? എനിക്ക് തോന്നുന്നത് അനീഷ് വിന്നറും അനുമോള് റണ്ണറപ്പ് ആവുമെന്നാ തോന്നുന്നത്. അതെന്താ അനുമോളെ പറ്റി നന്നായിട്ട് സംസാരിച്ചിട്ട് അനുമോൾ വിൻ ചെയ്യണ്ടേ? അല്ല, എന്നാലും ഇപ്പൊ എനിക്ക് തോന്നുന്ന ചിലപ്പോ അനുമോള് വിൻ ചെയ്യണമെന്ന് ആഗ്രഹം. പക്ഷെ അനീഷായിരിക്കും ചിലപ്പം. അനീഷിന് വേണ്ടിട്ട് ഗെയിം മാറുന്ന പോലെ തോന്നുന്നുണ്ട്. ഉണ്ട്. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസ് ഓണം.
മൈ ജി ഫ്യൂച്ചർ എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്.